ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിവിസിബിലിറ്റി എന്ന ഒരു ടോപ്പിക്കാണ്. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിവിഷൻ അൽഗോരിതം എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു ഡിവിഷൻ അൽഗോരിതം എന്ന് പറഞ്ഞാൽ, എ എന്നുള്ള ഒരു ഇൻറ്റീജറിനെ ബി എന്നുള്ളൊരു പോസിറ്റീവ് ഇൻറ്റീജർ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു കോഷ്യൻ്റ് ക്യൂവും കിട്ടും, റിമൈൻഡർ ആറും കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? എ ഈസ് ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്നെഴുതാം എന്നാണ് പഠിച്ചത് അല്ലേ. അപ്പോൾ ആ ഡിവിഷൻ അൽഗോരിതത്തിൽ ആർ എന്നുള്ളത് 0 ആണെങ്കിൽ, അതായത് റിമൈൻഡർ 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക? എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആറിൽ എ ഈക്വൽ ടു ബി ക്യൂ എന്നെഴുതാം അല്ലേ. എ ഈക്വൽ ടു ബി ക്യൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബി എന്ന് പറയാം അല്ലേ. അല്ലെങ്കിൽ എ ഈസ് ഡിവിസിബിൾ ബൈ ബി എന്ന് പറയാം. അല്ലെങ്കിൽ നമുക്ക് മറ്റൊരു രീതിയിൽ പറയാം, ബി ഈസ് എ ഡിവൈസർ ഓഫ് എ, അല്ലെങ്കിൽ ബി ഈസ് എ ഫാക്ടർ ഓഫ് എ, അല്ലെങ്കിൽ ബി ഡിവൈഡ്സ് എ. അതാണ് നമ്മൾ പുതിയതായിട്ട് കാണുന്ന ഒരു ടേം, ബി ഡിവൈഡ്സ് എ എന്നുള്ളതാണ്. ബാക്കിയെല്ലാം നമ്മൾ കേട്ടിട്ടുള്ളതാണ്. ഇപ്പോൾ 6 ഈക്വൽ ടു 3 ഇൻറ്റു 2 എന്ന് എഴുതാം. 6 ഈക്വൽ ടു 3 ഇൻറ്റു 2 എന്ന് നമുക്ക് എഴുതാം. അവിടെ റിമൈൻഡർ എന്താണ്? 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, 6നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 ആണ് വരുന്നത്. അപ്പോൾ 6നെ നമുക്ക് 3 ഇൻറ്റു 2 എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ 2 എന്നുള്ളത് കോഷ്യൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം? 2 ഡിവൈഡ്സ് 6 എന്നാണ് പറയുക. 2 ഡിവൈഡ്സ് 6, അല്ലെങ്കിൽ 6 ഈസ് ഡിവിസിബിൾ ബൈ 2, അല്ലെങ്കിൽ വേറെ എന്ത് പറയാം? 2 ഓർ 3 ഏതായാലും കുഴപ്പമില്ല. ഇപ്പോൾ 3 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കോഷ്യൻ്റ് 2 ആയിരിക്കും, 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കോഷ്യൻ്റ് 3 ആയിരിക്കും. ഓക്കെ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി പറഞ്ഞാലും കുഴപ്പമില്ല. അതുപോലെ 2 ഈസ് എ ഡിവൈസർ ഓഫ് 6 എന്ന് പറയാം, അല്ലെങ്കിൽ 2 ഈസ് എ ഫാക്ടർ ഓഫ് 6 എന്ന് പറയാം, അല്ലെങ്കിൽ 6 ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് 2 എന്നൊക്കെ പറയാം. അപ്പോൾ നമ്മൾ പഠിക്കുന്ന പുതിയൊരു ടേം ഇതാണ്, ബി ഡിവൈഡ്സ് എ. ബി ഡിവൈഡ്സ് എനെ നമുക്ക് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം? ബി ഡിവൈഡ്സ് എ എന്നുള്ള നൊട്ടേഷൻ ശ്രദ്ധിക്കുക. ഇതാണ് ആ നൊട്ടേഷൻ, ബി ഡിവൈഡ്സ് എ. അപ്പോൾ ബി ഡിവൈഡ്സ് എ എന്ന് പറയുമ്പോൾ ആ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. ബി എന്ന് എഴുതുക, എന്നിട്ടൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക, പിന്നെ എഴുതുക. ബി ഡിവൈഡ്സ് എ, അതാണ് അതിൻ്റെ നൊട്ടേഷൻ. ഓക്കെ, ഇനി എ ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ ബി ആണെങ്കിൽ ആ നൊട്ടേഷനെ നമ്മളൊന്ന് കട്ട് ചെയ്യും. ഓക്കെ, ആ നൊട്ടേഷനെ നമ്മളൊന്ന് കട്ട് ചെയ്യും. ഇതാണ് ബി ഡസ് നോട്ട് ഡിവൈഡ്സ് എ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എക്സാമ്പിൾ പറയാം. 3 ഡിവൈഡ്സ് 12, 5 ഡിവൈഡ്സ് 30, 6 ഡസ് നോട്ട് ഡിവൈഡ് 15. ഓക്കെ, ഇനി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വേറൊരു കാര്യം പഠിച്ചിട്ടുണ്ടായിരുന്നു, പീജിയൻ ഹോൾ പ്രിൻസിപ്പിൾ. പീജിയൻ ഹോൾ പ്രിൻസിപ്പിൾ, അതിൻ്റെ ഒരു എക്സാമ്പിൾ, ഒരു ഇലിസ്ട്രേഷൻ എന്താണെന്ന് നമുക്ക് നോക്കാം. ലെറ്റ് ബി ബി ആൻ ഇൻറ്റിജർ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. സപ്പോസ് b plus 1 integers are randomly selected. Prove that the difference of 2 of them is divisible by b. ക്വസ്റ്റ്യൻ ഇതാണ്, ബി എന്നുള്ള ഇൻറ്റീജർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ആണ്, ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആണ്. അങ്ങനെയാണെങ്കിൽ b plus 1 ഇൻറ്റീജേഴ്സിനെ നമ്മൾ റാൻഡംലി സെലക്ട് ചെയ്ത് അതിൽ ഏതെങ്കിലും 2 ഇൻറ്റീജേഴ്സ് തമ്മിൽ ഡിഫറൻസ് എടുത്താൽ അത് ഡിവിസിബിൾ ബൈ ബി ആയിരിക്കും എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണ് പ്രൂവ് ചെയ്യണമെന്ന് നോക്കാം. അതിനായിട്ട് ലെറ്റ് ക്യൂ ബി ദ കോഷ്യൻ ആൻഡ് ആർ ബി ദ റിമൈൻഡർ വെൻ എ ഈസ് ഡിവൈഡഡ് ബൈ ബി എന്ന് നമ്മൾ സപ്പോസ് ചെയ്യണം. എനെ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന കോഷ്യൻ്റ് ക്യൂ ആണ്, റിമൈൻഡർ ആറാണ്. അങ്ങനെയാണെങ്കിൽ ഡിവിഷൻ അൽഗോരിതം യൂസ് ചെയ്ത് നമുക്ക് എന്തെഴുതാം? എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ എന്നെഴുതാം. എ ഈക്വൽ ടു ബി ക്യൂ പ്ലസ് ആർ. ആർ എടുക്കുന്ന വാല്യൂസ് എന്താണ്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി. ഇവർ പറഞ്ഞിരിക്കുന്നത് റാൻഡമായിട്ട് ബി പ്ലസ് 1 ഇൻറ്റീജേഴ്സിനെ സെലക്ട് ചെയ്യാനാണ്. അപ്പോൾ ഈ ഓരോ ബി പ്ലസ് 1 ഇൻറ്റീജേഴ്സിനും കറസ്പോണ്ടിങ് ആയിട്ട് ശരിക്കും എത്ര റിമൈൻഡേഴ്സാണ് ആവശ്യമുള്ളത്? ബി പ്ലസ് 1 റിമൈൻഡേഴ്സ് ആവശ്യമുണ്ട് അല്ലേ. ബി പ്ലസ് 1 ഇൻറ്റീജേഴ്സിനെ നമ്മൾ ഇതുപോലെ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും എത്ര റിമൈൻഡേഴ്സ് ആവശ്യമുണ്ട്? ബി പ്ലസ് 1 ഇൻറ്റീജേഴ്സ്, ഓരോന്നും യുണീക്ക് ആയതുകൊണ്ട് ബി പ്ലസ് 1 റിമൈൻഡേഴ്സ് അവിടെ ആവശ്യമുണ്ട് അല്ലേ. അപ്പോൾ നമുക്കതിനെ പീജിയൻ ഹോൾ പ്രിൻസിപ്പിളുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ ഈ ഇൻറ്റിജേഴ്സിനെ ബി പ്ലസ് 1 റിമൈൻഡേഴ്സിനെ നമുക്ക് എന്തായിട്ട് എടുക്കാം? പീജിയൻസ് ആയിട്ട് എടുക്കാം. പക്ഷേ ആക്ച്വലി ഇവിടെ എത്ര റിമൈൻഡേഴ്സ് ആണുള്ളത്? 0 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആർ ലെസ് ദാൻ ബി എന്ന് പറയുമ്പോൾ എത്ര റിമൈൻഡേഴ്സ് ആണുള്ളത്? 0 വരാം, 1 വരാം, 2 വരാം, എക്സെട്ര അപ് ടു b മൈനസ് 1 വരെ വരാം അല്ലേ. അപ്പോൾ എത്ര വാല്യൂസ് ആണ് എടുക്കുന്നത്? ബി വാല്യൂസ് അല്ലേ വരുള്ളൂ, ബി വാല്യൂസ്. അപ്പോൾ ആക്ച്വലി അവിടെ എത്ര റിമൈൻഡേഴ്സ് ആണുള്ളത്? ഈ കേസിൽ ബി പോസിബിൾ റിമൈൻഡേഴ്സ് അല്ലേ, ബി പോസിബിൾ റിമൈൻഡേഴ്സ് ആണ് ഇവിടെയുള്ളത്.
അപ്പോൾ പി ജി എൻ ഹോൾ പ്രിൻസിപ്പിൾ പ്രകാരം B+1 PGNs-ഉം B ഹോൾസും ആണ് ഉള്ളത്. അപ്പോൾ പി ജി എൻ ഹോൾ പ്രിൻസിപ്പിൾ എന്താ പറയുന്നത്? അറ്റ്ലീസ്റ്റ് 2 ഓഫ് ദം ഒക്യുപ്പൈ ദ സെയിം ഹോൾ എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്ത് പറയാം? ഈ കേസിൽ എന്ത് പറയാം? 2 ഓഫ് ദ റിമൈൻഡേഴ്സ് മസ്റ്റ് ബി ഈക്വൽ. അതായത് പോസിബിൾ ആയിട്ടുള്ളത് ഇപ്പോൾ B റിമൈൻഡേഴ്സ് ഉള്ളൂ. ശരിക്കും B+1 ഇൻറ്റീജേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ട് B+1 ഇൻറ്റീജേഴ്സ് റിമൈൻഡേഴ്സ് വരേണ്ടതാണ്. പക്ഷേ ഇവിടെ അങ്ങനെ വന്നിട്ടില്ലാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? ഈ B എന്നുള്ളതും B+1 എന്നുള്ളതും ഈക്വൽ ആയിട്ട് വരണം. പക്ഷേ ഇവിടെ അങ്ങനെ വരാത്തതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? 2 ഓഫ് ദ ഏതെങ്കിലും 2 റിമൈൻഡേഴ്സ് എന്തായിട്ട് വരണം? 2 ഓഫ് ദ റിമൈൻഡേഴ്സ് മസ്റ്റ് ബി ഈക്വൽ ആയിട്ട് വരണം. എന്നാലേ അത് സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെയുള്ള 2 ഇൻറ്റിജേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യാണ്, എക്സും വൈയും. 2 ഇൻറ്റിജേഴ്സ് നമ്മൾ അതുപോലെ രണ്ടിനും റിമൈൻഡേഴ്സ് സെയിം ആയ രീതിയിൽ വരുമെന്ന് കാണിക്കാനായിട്ട് 2 ഇൻറ്റിജേഴ്സിനെ നമ്മൾ സെലക്ട് ചെയ്യണം. ഏതൊക്കെയാണ് ഇൻറ്റിജേഴ്സ്? എക്സ് ഈക്വൽ ടു, അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? എക്സിനെ BQ1 + R എന്ന് എഴുതാം. വൈയിനെ BQ2 + R. അതായത് B കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സിനെ B കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കോഷ്യൻ്റ് Q1 കിട്ടുന്നു, റിമൈൻഡർ R കിട്ടുന്നു. വൈക്കും അതുപോലെ തന്നെ കിട്ടും. കാരണം ഏതെങ്കിലും രണ്ടെണ്ണത്തിന് സെയിം റിമൈൻഡർ വരണം എന്ന് പറഞ്ഞതുകൊണ്ട് ഈ 2 നമ്പേഴ്സിനാണ് സെയിം റിമൈൻഡർ വന്നതെന്നാണ് നമ്മൾ ചിന്തിച്ചേക്കണം, എക്സിനും വൈയിനും. അപ്പോൾ എക്സ് മൈനസ് വൈ എന്താ വരിക? ലെഫ്റ്റ് സൈഡ് സബ്ട്രാക്ട് ചെയ്യുന്നു. എക്സ് മൈനസ് വൈ എന്ത് വരും? റൈറ്റ് സൈഡ് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എന്താ വരിക? BQ1 + R - BQ2 + R. ദാറ്റ് ഈസ് ഈക്വൽ ടു B × Q1 - Q2. അതിൻ്റെ അർത്ഥം എന്താ? എക്സ് മൈനസ് വൈ ഈക്വൽ ടു B × Q1 - Q2 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് വൈ ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് ബി. അല്ലെങ്കിൽ തിരിച്ചെന്ത് പറയാം? B ഡിവൈഡ്സ് എക്സ് മൈനസ് ബി. അല്ലെങ്കിൽ എന്ത് പറയാം? എക്സ് മൈനസ് വൈ ഈസ് ഡിവിസിബിൾ ബൈ ബി. അതിൻ്റെ അർത്ഥം എന്താ? എക്സും വൈയും 2 ഇൻറ്റിജേഴ്സ് റാൻഡംലി സെലക്ട് ചെയ്തതാണ്. ആ 2 ഇൻറ്റിജേഴ്സ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് എക്സ് മൈനസ് വൈ. അതിനെ B കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും എന്നല്ലേ നമ്മൾ പ്രൂവ് ചെയ്തത്? അപ്പോൾ നമ്മുടെ പ്രൂഫ് കംപ്ലീറ്റ് ആയി. ഇനി അടുത്ത തിയറം 2.3. Let A and B be positive integers such that A divides B and B divides A. Then A equal to B. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. A divides B എന്ന് പറഞ്ഞാൽ എന്താ? B is a multiple of A. അപ്പോൾ Bനെ നമുക്ക് എങ്ങനെ എഴുതാം? B equal to some Q1 × A. ആ Q1 എന്ന് പറയുന്നത് ഇൻറ്റീജറാണ്. Q1 × A. Aയും Bയും ഇൻറ്റീജറാണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ B equal to Q1 × A എന്ന് എഴുതാം. ഇനി B ഡിവൈഡ്സ് എൻ്റെ മീനിങ് എന്താ? A equal to Q2B എന്ന് എഴുതാം. Q2 എന്ന് പറയുന്നത് ഇൻറ്റീജറാണ്. ഇനി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് A and B ആർ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ Q1ഉം Q2ഉം എന്തായിട്ടേ വരുള്ളൂ? പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് മാത്രമായിട്ടാണ് വരിക. അപ്പോൾ Aനെ നമുക്ക് എന്തെഴുതാം? A equal to Q2B എന്ന് എഴുതാം. ദാറ്റ് ഈസ് ഈക്വൽ ടു Q2 × B എന്തായിരുന്നു? Q1A എന്ന് നമ്മൾ ഓൾറെഡി എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ Bയുടെ ആ സബ്സ്റ്റിറ്റ്യൂഷൻ നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ എന്ത് വരും? ഇവിടെ നമ്മൾ കൊടുക്കുകയാണ്. ഓക്കെ, ഇവിടെ നമ്മൾ കാണുന്നില്ല അല്ലേ? A equal to Q2B ആണ്. ഈ Bക്ക് നമ്മൾ ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുകയാണ്. B equal to what? Q1 × A. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ Q2 Q1 × A എന്ന് വരും. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? A equal to Q2 Q1 × A എന്ന് കിട്ടും. 2 സൈഡിലും നമ്മൾ A എന്നുള്ളൊരു പോസിറ്റീവ് ഇൻറ്റിജർ വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്ത് വരും? 1 equal to Q2 Q1. Q1ഉം Q2ഉം ഇൻറ്റീജേഴ്സാണ്. അതിൻ്റെ പ്രോഡക്റ്റ് 1 ആണ്. അപ്പോൾ 2 ഇൻറ്റീജേഴ്സിൻ്റെ പ്രോഡക്റ്റ് 1 ആണെങ്കിൽ Q1ഉം Q2വിനും എടുക്കാവുന്ന വാല്യൂസ് എന്ത് തന്നെയാണ് വരിക? 1 ആണ് വരിക. ഓക്കെ, പോസിറ്റീവ് ഇൻറ്റിജറാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ Q2നും Q1ഉം എടുക്കാവുന്ന വാല്യൂസ് 1 തന്നെയാണ്. Q2 equal to Q1 equal to 1. അങ്ങനെയാണെങ്കിൽ നമ്മൾ തുടക്കത്തിൽ എടുത്തിട്ടുണ്ടായിരുന്നു B equal to Q1A. അപ്പോൾ Q1 1 ആണെങ്കിൽ B equal to A എന്ന് കിട്ടി. ഇനി A equal to Q2B എന്ന് എടുത്തിട്ടുണ്ടായിരുന്നു. Q2 1 ആകുമ്പോൾ A equal to B. അപ്പോൾ 2 കേസിൽ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്തത്? A equal to B. അടുത്തത് let A, B, C, alpha and beta be any integers. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഇഫ് A divides B and B divides C implies A divides C. അതിനെ ട്രാൻസിറ്റീവ് പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. A Bനെ ഡിവൈഡ് ചെയ്യുന്നു. A divides B and B divides C. അങ്ങനെയാണെങ്കിൽ A divides C. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ A divides B and A divides C implies A divides alpha B plus beta C. Third one, if A divides B then A divides BC. ഓരോന്നായിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വൺ, A divides B. A divides B ആണെങ്കിൽ ഡെഫിനേഷൻ പ്രകാരം നമുക്ക് എന്തെഴുതാം? B equal to Q1 × A. Q1 എന്നുള്ളതൊരു ഇൻറ്റീജറാണ്. B divides C എന്ന് പറഞ്ഞാൽ നമുക്ക് എന്തെഴുതാം? C equal to
സം Q2 ഇൻറ്റു ബി. Q2 ഈസ് എൻ ഇൻറ്റിജർ. അങ്ങനെയാണെങ്കിൽ C ഈക്വൽ ടു Q2B, ദാറ്റ് ഈസ് ഈക്വൽ ടു Q2 ഇൻറ്റു ബിക്ക് പകരം നമുക്ക് എന്ത് കൊടുക്കാം? Q1A, ദാറ്റ് ഈസ് Q2 Q1 ഇൻറ്റു A. ദാറ്റ് മീൻസ് C ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് A. C ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് A ആൻഡ് ഓൾസോ Q1 ഇൻറ്റു Q1ഉം Q2ഉം ഇൻറ്റീജേഴ്സ് ആണ്. അപ്പോൾ Q1 ഇൻറ്റു Q2 ഒരു ഇൻറ്റീജർ തന്നെയാണ് വരിക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? A ഡിവൈഡ്സ് C എന്ന് എഴുതാം. ഓക്കെ, നെക്സ്റ്റ് വൺ A ഡിവൈഡ്സ് B. A ഡിവൈഡ്സ് B ആണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? B ഈക്വൽ ടു Q1A. A ഡിവൈഡ്സ് C അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് എഴുതാം? C ഈക്വൽ ടു Q2A. ഇനി ഫസ്റ്റ് ഇക്വേഷനെ നമ്മൾ ആൽഫ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? ആൽഫ B ഈക്വൽ ടു ആൽഫ ഇൻറ്റു Q1A. സെക്കൻഡ് ഇക്വേഷനെ നമ്മൾ ബീറ്റ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ എന്താ വരിക? ബീറ്റ C ഈക്വൽ ടു ബീറ്റ Q2 ഇൻറ്റു A. ഇനി ഇക്വേഷൻ 3+4 ചെയ്താൽ എന്ത് കിട്ടും? ആൽഫ B പ്ലസ് ബീറ്റ C ഈക്വൽ ടു ആൽഫ Q1A പ്ലസ് ബീറ്റ Q2A. രണ്ടിലും കോമൺ ആയിട്ട് A ഉണ്ട്. Aനെ ഔട്ട് സൈഡ് എടുക്കാം. ആൽഫ Q1 പ്ലസ് ബീറ്റ Q2 ഇൻറ്റു A. അതിൻ്റെ അർത്ഥം എന്താ? ഇത് ആൽഫ Q1 പ്ലസ് ബീറ്റ Q2 എന്നൊക്കെ പറയുന്നത് ഇൻറ്റീജേഴ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ആൽഫ B പ്ലസ് ബീറ്റ C ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് A എന്ന് നമുക്ക് കിട്ടി. അപ്പോൾ A ഡിവൈഡ്സ് ആൽഫ B പ്ലസ് ബീറ്റ C. അതായത് ആൽഫ എന്നുള്ള ആൽഫയല്ല, B എന്നുള്ളത് ക്വസ്റ്റ്യനിൽ ആദ്യമേ പറഞ്ഞിട്ടുണ്ട് A ഡിവൈഡ്സ് B എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അർത്ഥം എന്താ? B ഈസ് എ മൾട്ടിപ്പിൾ ഓഫ് A. A എന്നുള്ളത് A ഡിവൈഡ്സ് B ആണ്. അതുപോലെ A ഡിവൈഡ്സ് C ആണെങ്കിൽ A ഡിവൈഡ്സ് എനി ലീനിയർ കോമ്പിനേഷൻ ഓഫ് B ആൻഡ് C എന്നാണ് ഈ ഒരു സെക്കൻഡ് റിസൾട്ടിൻ്റെ മീനിങ്. അതെ, A ഡിവൈഡ്സ് Bയും A ഡിവൈഡ്സ് Cയും ആണെങ്കിൽ A ഡിവൈഡ്സ് ആൽഫ B പ്ലസ് ബീറ്റ C, എനി ലീനിയർ കോമ്പിനേഷൻ ഓഫ് B ആൻഡ് C. ഇനി തേർഡ് വൺ A ഡിവൈഡ്സ് B. ക്വസ്റ്റ്യനിൽ A ഡിവൈഡ്സ് B എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ B ഈക്വൽ ടു എന്ത് എഴുതാം? Q1 ഇൻറ്റു A. രണ്ട് സൈഡിലും നമ്മൾ C എന്നൊരു ഇൻറ്റീജർ വെച്ച് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് സംഭവിക്കും? B ഇൻറ്റു C ഈക്വൽ ടു C ഇൻറ്റു Q1A. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? A ഡിവൈഡ്സ് BC. നെക്സ്റ്റ് വൺ A divides B, A divides C implies A divides B plus C and A divides B minus C. ഇത് നമുക്ക് തന്നെ പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം എന്താ? നമ്മൾ തൊട്ട് മുമ്പ് ഒരു റിസൾട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. A divides B, A divides C ആണെങ്കിൽ A divides ആൽഫ B പ്ലസ് ബീറ്റ C ആണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. ആൽഫയ്ക്ക് 1ഉം ബീറ്റയ്ക്ക് 1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ഈ റിസൾട്ട് കിട്ടും, A ഡിവൈഡ്സ് B പ്ലസ് C. അതുപോലെ സെക്കൻഡ് 1 കിട്ടാനായിട്ട് ആൽഫ എന്നുള്ളതിന് 1 എന്നുള്ള ഇൻറ്റീജറും കൊടുക്കുക, ബീറ്റയ്ക്ക് -1ഉം ഇൻറ്റീജർ കൊടുക്കുക. അപ്പോൾ A ഡിവൈഡ്സ് B മൈനസ് C എന്ന് ഫോളോ ചെയ്യും. നെക്സ്റ്റ് തിയറം 2.5. ലെറ്റ് A ആൻഡ് B be any two positive integers. Then the number of possible integers less than or equal to A and divisible by B is A divides B. അതായത് ഇത്രയേ ഉള്ളൂ. A എന്നുള്ളത് B എന്നുള്ളതും രണ്ട് പോസിറ്റീവ് ഇൻറ്റീജേഴ്സാണ്. അപ്പോൾ എയിനേക്കാളും കുറവും അതുപോലെ തന്നെ B കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുമായ ഇൻറ്റീജേഴ്സിൻ്റെ എണ്ണം എന്ന് പറയുന്നത് A ഡൈവ് B. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ A ഡൈവ് B എന്താണെന്ന് പഠിച്ചതാണ്. എന്തായിരുന്നു A ഡൈവ് B എന്ന് പറഞ്ഞാൽ? A ഡൈവ് B എന്ന് പറഞ്ഞാൽ Aനെ B കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന കോഷ്യൻ്റ്. അത് തന്നെയായിരിക്കും നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു A ആൻഡ് ഡിവിസിബിൾ ബൈ B എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്കതിൻ്റെ പ്രൂഫ് നോക്കി നോക്കാം. എന്നിട്ടൊരു എക്സാമ്പിൾ നോക്കാം. Suppose there are k positive integers less than or equal to A and divisible by B. എനേക്കാളും താഴെയുള്ളതും ഡിവിസിബിൾ ബൈ ബിയുമായ k പോസിറ്റീവ് ഇൻറ്റിജേഴ്സ്, k എണ്ണം, നമ്പറാണ് പറയുന്നത്, k എണ്ണം പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഉണ്ടെന്ന് നമ്മൾ എടുത്തു. ഇനി നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത് എന്താ? അപ്പോൾ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് A ഡൈവ് ബിയോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ഓക്കെ, k ഈക്വൽ ടു A ഡൈവ് ബിയോട് ഈക്വൽ ആയിരിക്കും, അതായത് ആ ഫ്ലോ ഫംഗ്ഷനോട് ഈക്വൽ ആയിരിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. The positive multiples of B less than or equal to A are B, 2B, etc. KB എന്ന് നമ്മൾ സപ്പോസ് ചെയ്യണം. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ A എന്നുള്ളത് നമ്മളൊരു 25 എന്നെടുത്തു എന്ന് വിചാരിക്കും. A എന്നുള്ളത് ഒരു 25, സപ്പോസ് ഇപ്പോൾ A ഈക്വൽ ടു 25 ആണെന്ന് വിചാരിക്കും. ഓക്കെ, A എന്നുള്ളത് 25. അങ്ങനെയാണെങ്കിൽ B എന്നുള്ളത് ഞാനൊരു 5 ആയിട്ട് എടുക്കുകയാണ്. ഓക്കെ, B എന്നുള്ളൊരു 5 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഇവർ പറയുന്നത് എയിനേക്കാൾ കുറവായതും
എന്നാൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നതുമായിട്ടുള്ള നമ്പേഴ്സ് ഏതൊക്കെയായിരിക്കും എന്നാണ് പറയുന്നത്. ഈ 5ൻ്റെ മൾട്ടിപ്പിളാണ് 25. ഓക്കെ, അപ്പോൾ 5ൻ്റെ ആദ്യത്തെ മൾട്ടിപ്പിൾ ഏതാ വരിക? 5 ആണ് വരിക അല്ലേ. രണ്ടാമത്തെ മൾട്ടിപ്പിൾ ഏതാ വരിക? 10 ആണ് വരിക. അടുത്ത മൾട്ടിപ്പിൾ ഏതാ വരിക? 15 ആണ് വരിക. അടുത്ത മൾട്ടിപ്പിൾ എന്താ വരിക? 20 ആണ് വരിക. നെക്സ്റ്റ് മൾട്ടിപ്പിൾ എന്താ വരിക? 25 ആണ് വരിക. അപ്പോൾ ഇത്രയും എയുടെ മൾട്ടിപ്പിൾസ് ആണ് 25നേക്കാൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, എയോ എയേക്കാൾ താഴെയോ ഉള്ളതുമായ ബി കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്? 5 എണ്ണമാണ്. ഏതൊക്കെയാണ് 5 എണ്ണം? 5, 10, 15, 20, 25. ഈ 5 നമ്പേഴ്സാണ് വരേണ്ടത്. അത് തന്നെയായിരിക്കും എ ഡൈവ് ബി എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യാനുള്ളത്. എ ഡൈവ് ബി എന്ന് പറഞ്ഞാൽ എന്താ? 25/5 എത്രയാണ് വരണേ? 5 അല്ലേ വരണേ. അതിലുണ്ടാവുള്ള കോഷ്യൻ്റ് 5 തന്നെയല്ലേ വരണേ. അപ്പം 5 തന്നെയല്ലേ ഇവിടെ ആൻസർ കിട്ടുന്നത്. 25/5 എന്ന് പറഞ്ഞാൽ എത്രയാണ് വരുന്നത്? 5. കോഷ്യൻ്റ് 5 തന്നെയാണ് വരുന്നത്. അപ്പോൾ 5 എണ്ണം തന്നെയാണ് 25നേക്കാളും കുറവും ബിയുടെ മൾട്ടിപ്പിളുമായിട്ട് വരുന്നത് അല്ലേ. അപ്പോൾ അതാണ് നമ്മളിവിടെ പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ 1 × 5 എന്ന് പറഞ്ഞാൽ നമുക്ക് 5 തന്നെയാണ് അല്ലേ. 10നെ നമുക്ക് എന്തെഴുതാം? 2 × 5. 15നെ നമുക്ക് എന്തെഴുതാം? 3 × 5. 20നെ നമുക്ക് എന്തെഴുതാം? 4 × 5. 25നെ നമുക്ക് എന്തെഴുതാം? 5 × 5 അല്ലേ. അപ്പോൾ 5 എന്ന് പറയുന്നത് ബി ആണെങ്കിൽ അപ്പോൾ 5നെ നമുക്ക് 1B, 10നെ നമുക്ക് 2B, 15നെ നമുക്ക് 3B, 20നെ 4B, 25നെ നമുക്ക് എന്തെഴുതാം? 5B എന്ന് എഴുതാം. എന്നാൽ 6B എന്ന് പറയുന്നത് 25നേക്കാളും താഴെയായിരിക്കും. 6B എന്ന് പറഞ്ഞാൽ എന്താ? 6 × 5 30. അത് 25നേക്കാളും വലിയ നമ്പറാണ് അല്ലേ. 6B എന്ന് പറഞ്ഞാൽ 25നേക്കാളും വലിയ നമ്പറാണ്. അതൊരിക്കലും എന്തല്ല? 25നേക്കാളും താഴെയല്ല. അപ്പോൾ ഇത്രയും നമ്പേഴ്സ് മാത്രമേ 25നേക്കാളും താഴെ വരുന്നുള്ളൂ. അപ്പോൾ ഇവർ നമ്മളോട് എടുക്കാൻ പറഞ്ഞത് 1B, 2B എക്സിട്ര KB എന്നുള്ള മൾട്ടിപ്പിൾസ് എല്ലാം ഈ എയേക്കാളും താഴെയാവും എന്ന് സപ്പോസ് ചെയ്യാനാണ് പറഞ്ഞത്. കാരണം നമ്മൾ K ആണ് എന്തെടുത്തിട്ടുണ്ടായിരുന്നത്? നമ്പർ ഓഫ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ. അതുകൊണ്ട് 5B വരെ ഇതിൻ്റെ ഉള്ളിൽ തന്നെ കിടക്കുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലായില്ലേ, 5 എണ്ണമാണ് ഇതിൻ്റെ താഴെ കിടക്കുന്നത്. അപ്പോൾ 5B എന്ന് പറഞ്ഞാൽ 5 × 5. 5B വരെയാണ് 25നേക്കാളും താഴെ വരുള്ളൂ. അതാണ് ഈ ഒരു കേസിൽ പറഞ്ഞത്. ലെറ്റ് K ബി ദ പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു A ആൻഡ് ഡിവിസിബിൾ ബൈ B. അപ്പോൾ KB വരെ എവിടെ ഉണ്ടായിരിക്കും? എയുടെ ഉള്ളിൽ കിടക്കും. KB വരെ. അതാണ് അടുത്ത സെൻറ്റൻസ് പറയുന്നത്. അതായത് B, 2B, എക്സിട്ര KB എന്നുള്ളത് വരെ ഇതിനേക്കാൾ താഴെയായിരിക്കും, ലെസ് ദാൻ ഓർ ഈക്വൽ ടു A ആയിരിക്കും. അപ്പോൾ അതാണ് ഈ റിസൾട്ട് പറഞ്ഞത്. KB എന്നുള്ളത് നേരത്തെ പറഞ്ഞ എക്സാമ്പിളിലാണെങ്കിൽ 5B ലെസ് ദാൻ ഓർ ഈക്വൽ ടു 25 എന്ന് നമ്മൾ പറഞ്ഞില്ലേ. അതുപോലെ KB എന്നുള്ളത് എന്തായിരിക്കും? ലെസ് ദാൻ ഓർ ഈക്വൽ ടു A ആയിരിക്കും. KB ലെസ് ദാൻ ഓർ ഈക്വൽ ടു A ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്തായാലും K ലെസ് ദാൻ ഓർ ഈക്വൽ ടു A/B എന്ന് എഴുതാം. കാരണം എന്താ? ബിയും എയും എന്താണ്? പോസിറ്റീവ് ഇൻറ്റിജേഴ്സാണ്. ഒരു പോസിറ്റീവ് ഇൻറ്റിജേഴ്സിനെ ഒരു ഇനീക്വാളിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഇനീക്വാളിറ്റിക്ക് ചേഞ്ച് വരില്ല. അപ്പോൾ രണ്ട് സൈഡിലും നമ്മൾ B കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് സംഭവിക്കും? ലെഫ്റ്റ് സൈഡ് K ആവും. K ലെസ് ദാൻ ഓർ ഈക്വൽ ടു A/B എന്നാകും. ഓക്കെ, അപ്പോൾ അത് ശരിയായി. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് K+1 × B ഗ്രേറ്റർ ദാൻ A ആയിരിക്കും. ഇതെങ്ങനെയാണ് ശരിയാവുന്നത്? K+1 × B എന്നുള്ളത് ഗ്രേറ്റർ ദാൻ A ആവുന്നത് എന്തുകൊണ്ടാണ്? ഇതെങ്ങനെയാണ് വരുന്നത്? നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞു 6B എടുത്തു കഴിഞ്ഞാൽ 6B എന്ന് പറഞ്ഞാൽ 6 × 5. 6 × 5 എന്ന് പറഞ്ഞാൽ 30 ആണ്. 30 എന്നുള്ളത് ഗ്രേറ്റർ ദാൻ നമുക്ക് എന്ത് പറയാൻ പറ്റും? A എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ 25. നേരത്തെ എക്സാമ്പിളിൽ നമ്മൾ 25. 6B എന്നുള്ളത് ഒരിക്കലും എന്തല്ല? ലെസ് ദാൻ A അല്ല. 6B എന്നുള്ളത് ഗ്രേറ്റർ ദാൻ A ആണ്. അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞത്. K+1 × B എന്നുള്ളത് ഗ്രേറ്റർ ദാൻ A ആയിരിക്കും. അപ്പോൾ K+1 ഇനീക്വാളിറ്റിയാണ്. ബിയും എയും പോസിറ്റീവാണ്. അപ്പോൾ K+1 എന്നുള്ളത് എന്ത് എഴുതാം? ഗ്രേറ്റർ ദാൻ A/B എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ K ഗ്രേറ്റർ ദാൻ എന്താണെന്ന് എഴുതാം? A/B -1. K ഗ്രേറ്റർ ദാൻ അടുത്ത സ്റ്റെപ്പിൽ 1നെ അപ്പുറത്തോട്ട് കൊണ്ടുപോയതാണ്. K ഗ്രേറ്റർ ദാൻ A/B -1. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? A/B -1 ഈസ് ലെസ് ദാൻ K. ഓക്കെ, അപ്പോൾ ഈ രണ്ട് ഇനീക്വാളിറ്റിയിൽ നിന്ന് നമുക്ക് എന്തെഴുതാം? A/B -1 ലെസ് ദാൻ K ലെസ് ദാൻ ഓർ ഈക്വൽ ടു A/B. ഈ രണ്ട് ഇനീക്വാളിറ്റികൾ നമുക്ക് ചേർത്തെഴുതാം. A/B -1 ലെസ് ദാൻ K ലെസ് ദാൻ ഓർ ഈക്വൽ ടു A/B. ഓക്കെ, ഇനി ഇതെല്ലാം ഇൻറ്റീജേഴ്സാണ്. A ഇൻറ്റീജർ ആയിരുന്നു, B ഇൻറ്റീജർ ആയിരുന്നു, K ഇൻറ്റീജർ ആയിരുന്നു. K ഈസ് ദ ലാർജസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു A/B. K എന്നുള്ളത് ഒരു ലാർജസ്റ്റ് ഇൻറ്റീജർ ആയിരുന്നു, ലെസ് ദാൻ ഓർ ഈക്വൽ ടു A/B.
കാരണം കെ എന്നുള്ളത് ഇൻറ്റീജറാണ്, എ ബൈ ബി ഇൻറ്റീജറാണ്, എ ബൈ ബി -1. തൊട്ടടുത്തുള്ള ഇൻറ്റീജേഴ്സാണ് കെ എ ബൈ ബി എന്ന് പറയുന്നത്, എ ബൈ ബി -1 എന്ന് പറയുന്നത്. അപ്പോൾ കെ എന്നുള്ളത് ലാർജസ്റ്റ് ഇൻറ്റീജർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എ ബൈ ബി. എ ബൈ ബിനേക്കാളും തൊട്ടടുത്ത് കിടക്കുന്നതോ അല്ലെങ്കിൽ ഏറ്റവും ലാർജസ്റ്റ് ആയിട്ട് വരുന്നത് കെ തന്നെയാണ് വരും. അപ്പോൾ കെ ഈക്വൽ ടു എന്തെഴുതാം, എ ഡൈവ് ബി എന്ന് നമുക്ക് എഴുതാം. എ ഡൈവ് ബി എന്ന് പറഞ്ഞാൽ എന്താ, എ ബൈ ബിയുടെ വാല്യൂ ആണ് എത്രയാണോ അതിൽ വരുന്ന കോഷ്യൻറ്റിനാണ് നമ്മൾ എ ഡൈവ് ബി എന്ന് പറയുന്നത്. അതിൽ വരുന്ന ഏറ്റവും മാക്സിമം വരുന്ന ഇൻറ്റീജർ ഏതാണോ അതായിരിക്കും കെക്ക് നമുക്ക് എടുക്കേണ്ടി വരിക. ദറ്റ് ഈസ് ഈക്വൽ ടു എ ഡൈവ് ബി. ഓക്കെ, ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കി നോക്കാം. എ ഈക്വൽ ടു 27ഉം ബി ഈക്വൽ ടു 4ഉമാണ് വരുന്നത്. എ ഈക്വൽ ടു 27ഉം ബി ഈക്വൽ ടു 4 എടുക്കുക. ഓക്കെ, അപ്പോൾ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 27 ആൻഡ് ഡിവിസിബിൾ ബൈ 4 ഈസ് എ ഡൈവ് ബി ആയിരിക്കും എന്നാണ് പറയുന്നത്. നോക്കി നോക്കാം എന്തായിരിക്കും 27 ഡൈവ് 4 എന്ന് പറഞ്ഞാൽ അതിൽ കോഷ്യൻ്റ് 6 പോയിൻറ്റ് സംതിങ് ആണ് അതിൻ്റെ ആൻസർ വരിക. അപ്പോൾ റിമൈൻഡർ എന്തോ ആയിക്കോട്ടെ, നമ്മൾ പോയിൻ്റ് ഇട്ടിട്ടില്ലെങ്കിൽ 6 റിമൈൻഡർ എന്തോ വരും. ശരിക്കും ഫുള്ളായിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 പോയിൻറ്റ് സംതിങ് ആണ് വരിക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ടുള്ള ഇൻറ്റീജർ ഏതാണ്, 6 ആണ് അല്ലേ. 0.75 എന്നുള്ളത് എന്തെല്ലാം ഇൻറ്റീജറായിട്ട് വരുന്നില്ല. അപ്പോൾ 6 ആണ് അതിൽ വരുന്ന ഏറ്റവും വലിയ ഇൻറ്റീജർ. അപ്പോൾ 6 ആയിരിക്കും, 6 ആണ് അതിലുള്ള ഏറ്റവും ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ. അപ്പോൾ നമുക്ക് എന്ത് പറയാം, നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 27 ആൻഡ് ഇസ് ഡിവിസിബിൾ ബൈ 4 ഈസ് 6 എന്ന് പറയാം. അത് ഏതൊക്കെയാണെന്ന് നോക്കി നോക്കാം. 6ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെ വരിക, 4ൻ്റെ മൾട്ടിപ്പിൾസ് ഏതൊക്കെ വരിക, 4, 8, 12, 16, 20, 24. 6 എണ്ണം ഉണ്ട്. ഈ 6 എണ്ണമാണ് 27നേക്കാളും താഴെ വരുന്ന 4ൻ്റെ മൾട്ടിപ്പിൾസ്. അപ്പോൾ അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2076 ആൻഡ് ഡിവിസിബിൾ ബൈ 19. ഇങ്ങനെ ചെറിയ നമ്പേഴ്സൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് എഴുതി നോക്കിയിട്ടൊക്കെ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ ഇത്രയും വലിയ നമ്പർ കാണുമ്പോൾ നമുക്ക് ഡിവൈഡ് ചെയ്ത് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഈ ഒരു മെത്തേഡ് ചെയ്യേണ്ടത്. ചെറിയ നമ്പർ 27/4 ഒക്കെ ആണെങ്കിൽ നമുക്ക് എഴുതി നോക്കിയിട്ട് 6 എണ്ണാണെന്നൊക്കെ പെട്ടെന്ന് പറയാൻ പറ്റും. പക്ഷേ ഇങ്ങനെ വലിയ നമ്പേഴ്സ് വരുമ്പോൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി, 2076ൻ്റെ താഴെ 19ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരുന്ന എത്ര പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ട് എന്നാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എന്ത് കണ്ടാൽ മതി, 2076 ഡൈവ് 19 കാണുക. അപ്പോൾ കോഷ്യൻ്റ് എത്രയാണെന്ന് നോക്കുക, അതായിരിക്കും അത്രയും നമ്പർ പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ഉണ്ടായിരിക്കും. അപ്പോൾ 109 പോയിൻറ്റ് സംതിങ് ആണ് വരിക. അപ്പോൾ അതിൻ്റെ ഇൻറ്റീജർ 109 ആണ് വരിക. അപ്പോൾ 109 ഇൻറ്റീജേഴ്സാണ് ഇതിനേക്കാളും താഴെ 19ൻ്റെ മൾട്ടിപ്പിളായിട്ട് വരും. ഓക്കെ.